ചോദിച്ചു. അന്നേരം പറഞ്ഞു ആ ഊന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാണ്ട് പുള്ളിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് തോന്നി. ഞാൻ അതിന് വേണ്ടി അച്ഛന്മാരെ വരെ ഇടപാട് ചെയ്തു തന്നെ. അന്നേരം പുള്ളിക്ക് അതൊന്നും ഒരു അതൊന്നും എല്ലാം വേറൊരു ലോകത്തെ ഇപ്പം ജീവിക്കുന്ന മനുഷ്യർ. അത് നോക്കണ്ടെന്നേ. നമ്മൾ അവർ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കണ്ട, പക്ഷെ അവർ പറയുന്ന ആ കർത്താവ് ജീവിച്ചത് എങ്ങനെയാണെന്ന് നോക്കണം. അവർ പലരും പറയും. പിന്നെ ഈ ദൈവത്തോടൊപ്പം മറ്റൊരു സാത്താനും ഇല്ലേ, അവനെ അങ്ങോട്ട് വലിക്കാൻ നോക്കും, കർത്താവ് അവനെ ഇങ്ങോട്ട് വലിക്കാൻ നോക്കും. അതിനിടെ കിടന്നൊരു വെല്ലുവിളിയായി ഈ ജീവിതം എന്ന് പറയുന്നത്. അപ്പം അപ്പച്ചൻ എനിക്ക് പറയാനുള്ളത്, ഞാൻ അവസാനമായിട്ട് പറയുന്നത്, അപ്പച്ചൻ ഒന്ന് കുമ്പസാരിക്കണം, പള്ളിയിലൊക്കെ പോകണം. അങ്ങനെ ഡോറിക്കും വിശ്വാസമില്ല. നമ്മളെ നമ്മുടെ കാരണവന്മാർ പഠിപ്പിച്ചത് 100% സത്യമായ കാര്യങ്ങളാണ്. ഇപ്പം ചില അച്ഛന്മാരങ്ങനെ കാണിക്കുന്നു, ചിലരങ്ങനെ ലാഭിച്ചായിട്ട് ജീവിക്കുന്നു, കാശുണ്ടാക്കുന്നു. അത് അവർക്ക് അത്ര അറിയത്തുള്ളൂ. അല്ല, അത് നമ്മൾ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചതല്ലേ. അപ്പം കർത്താവ് പറയുന്നത് എന്നാണെന്ന് അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. എനിക്കത് കാരണം എൻ്റെ അപ്പച്ച എനിക്ക് എൻ്റെ മരണത്തെ പറ്റി ഞാൻ എല്ലാം കണക്ക് കൂട്ടി എല്ലാ കാര്യങ്ങളും പിള്ളേരെ ഏൽപ്പിച്ച് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ശരിക്കും ഭയങ്കര സന്തോഷമാണ് മരിക്കാൻ, സത്യം ഞാൻ പറയുക. നമ്മളെന്തിനാ ദൈവം ഇല്ല ഇതല്ല എല്ലാ കാര്യങ്ങളും മക്കളുടെ കാര്യം എൻ്റെ കാര്യം അപ്പച്ചനറിയാമല്ലോ. ഈ പിള്ളേരെയൊക്കെ എങ്ങനെയാണ് തമ്പുരാൻ കർത്താവ് ഇതൊക്കെ നടത്തി തന്നത്, നിങ്ങൾ സഹായിച്ചു, അതൊക്കെ ശരിയാണ്. പക്ഷെ ദൈവം അപ്പച്ചനൊരു മനസ്സ് തന്നത് കൊണ്ടാണ് അപ്പച്ചനെ ഇതുപോലെ സഹായിച്ചത്, ഇല്ലേ? അപ്പം ആ ദൈവത്തെ നമ്മൾ മറക്കരുത്. എനിക്ക് അത്രയും അപ്പച്ചന് ആരാണ് പറഞ്ഞു അപ്പച്ചന് വിശ്വാസമില്ല, മരിച്ചു കഴിഞ്ഞാൽ എന്നെ അങ്ങനെ ഇങ്ങനെ ഏതാണ്ടൊക്കെ എന്നെ പറഞ്ഞെന്ന് ഞാൻ കേട്ടു. ഷിബി വന്നപ്പോഴാണ്, എങ്ങനെയാണ് എനിക്കറിയത്തില്ല, ആരോ എന്നോട് പറഞ്ഞു. അപ്പം അതാ ഞാൻ പറഞ്ഞു, അതല്ല നമ്മുടെ ജീവിതം ഇനി എന്നാ കാണും. അത് കഴിഞ്ഞൊരു ജീവനുണ്ട്, ഒരു ജീവിതം ഉണ്ട്, അത് മനസ്സിലാക്കുന്നില്ല ആരും. പഴയ കാലത്തുള്ള ആൾക്കാർ വിശ്വസിച്ചു, ഇപ്പം എല്ലാം പഠിത്തക്കാരല്ലേ. അതെ, അതാ ഞാൻ പറഞ്ഞത്, എല്ലാവരുടെയും കഴിയാറായി. അന്നേരം ഇനിയൊരു ജീവിതം ഉണ്ട്, അറിയാവോ? ആ ജീവിതത്തിൽ നമുക്ക് സൗഭാഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ ഇച്ചിരി കൂടെയൊക്കെ തിരിച്ചുവിട്ട കൽപ്പനയൊക്കെ അനുസരിച്ച് വേണം പോകാൻ. എനിക്ക് നിങ്ങളുടെ ആരുടെ അത്ര വിദ്യാഭ്യാസം ഒന്നുമില്ല. 18 വയസ്സ് കെട്ടുന്നത് തന്നെ എന്തിനാന്ന് പോലും അറിയാത്ത കാലത്ത് എന്നെ കെട്ടിച്ചു വിട്ടു. പിന്നെ എല്ലാം അങ്ങോട്ട് ഒത്തിരി സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കുറച്ചൊക്കെ അറിയാമായിരിക്കും. അതിങ്ങനെ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ കടമയെല്ലാം പൂർത്തിയാക്കി ഞാൻ പോകാൻ റെഡി ആയിട്ടിരിക്കുക. അപ്പം എനിക്കൊന്നേ പറയാനുള്ളൂ, ഞാനൊക്കെ അപ്പച്ചന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും മക്കൾക്കും വേണ്ടി എന്നാന്നോ ദൈവവിശ്വാസത്തിൽ ജീവിക്കണം അവരെ. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ദൈവത്തിൽ വിശ്വസിക്കാന്ന് പറഞ്ഞത്. പക്ഷേ ദൈവത്തിൽ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ബൈബിളിൽ പറയുന്നതാണ്. ബൈബിൾ ആർക്കാ ബൈബിൾ കണ്ടിട്ട് പോലും ഉണ്ടോ വലിയ പിള്ളേരൊക്കെ? എനിക്കറിയത്തില്ല. അപ്പച്ചനെ എന്നെ വലിയ കാര്യമായിട്ട് വിളിച്ചതാണ്. ഞാൻ ഇവിടെ സൂചന പ്രസംഗം